ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തീ പോലും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഈ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പഴുത്ത 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കണം. അതിനി തൊലിയും എല്ലാം കളഞ്ഞ് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതുപോലെ ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ വിപ്പിംഗ് ക്രീം 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പരുവത്തിലുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ 1 മിനിറ്റോളം ഒന്ന് മിക്സി അഴിച്ചു കൊടുക്കുമ്പോഴേക്ക് ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്, ഒരു ക്രീം പരുവത്തിൽ മതി. ഇപ്പോൾ രണ്ടും ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആദ്യം നമ്മൾ അരച്ച് വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ച് വെച്ചിരുന്നില്ലേ, അത് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ആ മാങ്ങയുമായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാങ്ങയുടെ പീസസ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് എടുത്തതും കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബദാമും പിസ്തയും കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഈ മാങ്ങയുടെ പീസും നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കാനായിട്ട് ഇതുപോലെ ഒരു ട്രേയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മാങ്ങയുടെ പീസും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് നമുക്ക് ഫ്രീസറിലൊരു 6 മുതൽ 7 മണിക്കൂർ വരെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐസ്ക്രീമായത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് വിളമ്പിയെടുക്കാം. കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിക്കാൻ. ഭയങ്കര സിമ്പിളായിട്ടല്ലേ നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും പഴുത്ത മാങ്ങയുള്ള സമയമല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.